ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പൂച്ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫെർട്ടിലൈസർ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ഒന്നും മടിക്കരുത്. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ കൂടുതലായിട്ടും ഉപകാരപ്പെടുന്നത് നമ്മുടെ പൂച്ചെടികൾക്കാണ് പറഞ്ഞു. എങ്കിലും നമ്മുടെ റോസാ ചെടികൾക്ക് ഇത് വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഫെർട്ടിലൈസറാണ്. റോസാ പൂക്കൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ റോസാ പൂക്കളൊക്കെ ആണെങ്കിൽ കൂടി, നാടൻ റോസ ആണെങ്കിൽ കൂടി നമുക്ക് പെട്ടെന്ന് പൂക്കളൊക്കെ കിട്ടാനായിട്ട് എളുപ്പമാണ്. പക്ഷേ ആ ഒരു പൂക്കൾ പോലും ചില ആളുകൾക്ക് കിട്ടാറില്ല. നമ്മൾ എത്ര വളം കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ചെടികളിൽ ആ ഒരു ഇലകൾക്ക് ഉണ്ടാകുന്ന ഉഷാറും മൊട്ടുകൾ പെട്ടെന്ന് വരുന്നതായിട്ടൊന്നും ചില ആളുകൾ വളർത്തുന്ന സമയത്ത് കാണാറില്ല. അവരുടെ മൊട്ടുകൾ കരിഞ്ഞു പോകുക, അല്ലെങ്കിൽ ഇലകളിൽ മഞ്ഞ കളറിൽ കുത്തുകൾ വന്നിട്ട് ഇല കൊഴിഞ്ഞു പോകുക, അങ്ങനത്തെ പ്രശ്നം കാണുന്നുണ്ട്. അതിനൊക്കെ കൂടിയിട്ടുള്ള ഒരു പരിഹാര മാർഗം എന്ന നിലക്കാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. ഞാനിത് ഒരാഴ്ച മുന്നേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ ആഴ്ച ഞാനിപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. നല്ല രീതിയിൽ തളിരിലകൾ വരെയും അതുപോലെ മുട്ടകളായിട്ട് വലിയ മുട്ടകൾ ഉണ്ടാവാനായിട്ടൊക്കെ ഈ ഒരു ഫെർട്ടിലൈസർ സഹായിക്കും. അപ്പോൾ നമുക്കതിനായിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഈസ്റ്റാണ് നമ്മൾ എടുക്കുന്നത്. അത് നമുക്ക് പുതിയ ഈസ്റ്റ് തന്നെ വേണമെന്നില്ല. നമുക്ക് ഡേറ്റ് കഴിഞ്ഞ ഈസ്റ്റൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒഴിവാക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 സ്പൂണ്, വലിയ ടേബിൾ സ്പൂണ് നമ്മൾ ഈസ്റ്റ് ഇട്ട് കൊടുത്തു. അതിലേക്ക് ആ ഒരു സ്പൂണിന് തന്നെ നമ്മൾ 1 സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗലാണ്. അപ്പോൾ അതിന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഹാരം എന്ന നിലക്കാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്ലാന്റ്സുകളിൽ ഉറുമ്പ് വരില്ലെന്ന്. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. മാത്രം നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഇനി പുളിപ്പിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അങ്ങനെ ഉറുമ്പിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇത് അരി കഴുകിയ വെള്ളം, കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒന്നും കൂടി നമുക്കൊരു ഫെർട്ടിലൈസറിൻ്റെ ഗുണം കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ തലേ ദിവസം ആ ഒരു ഫെർട്ടിലൈസർ അങ്ങനെ തന്നെ അടിച്ച് വെച്ചിട്ട് തലേ ദിവസമാണ് എടുക്കുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അത്ര തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഞാനിപ്പോൾ 1 ലിറ്റർ വെള്ളമല്ല എടുത്തത്, ഇപ്പോൾ 4 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. ആ ഒരു 4 ലിറ്ററിൻ്റെ ബക്കറ്റിൽ 4 ലിറ്റർ തന്നെ കഞ്ഞിവെള്ളം, അരി കഴുകിയ വെള്ളം കൂടെ മിക്സ് ആക്കിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ ആ ഒരു ബക്കറ്റിൻ്റെ പകുതി കൂടി വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്താണ് പ്ലാന്റ്സിന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 1 ലിറ്റർ വെള്ളത്തിലേക്ക് ചുടുവെള്ളം എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് ആ ഒരു ഈസ്റ്റിൻ്റെ ഗുണങ്ങൾ പെട്ടെന്ന് പുളിച്ച് കിട്ടാനൊക്കെ കൂടുതലും നമുക്ക് ചുടുവെള്ളം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതെങ്കിൽ, നമ്മൾ പിറ്റേന്ന് എടുക്കുന്ന സമയത്ത് 5 ലിറ്റർ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് വേണം നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കാനായിട്ട്. ഓർഗാനിക് ആണെങ്കിൽ കൂടി നമ്മൾ ഡൈല്യൂട്ടൊന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ പ്ലാന്റ്സിന് എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് കരിഞ്ഞു പോകാനും ഒക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓർഗാനിക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിൻ്റെ ഒരു അളവിൽ തന്നെ നമ്മൾ വളം കൊടുക്കണം. അപ്പം നമുക്ക് റോസാ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് ഒഴിച്ചു കൊടുക്കാണ്ട്, നമ്മൾ ഫെർട്ടിലൈസർ ആണല്ലോ കൊടുക്കുന്നത്, അപ്പോൾ അത് ആ ഒരു മണ്ണിൽ തന്നെ പിടിച്ച് നിൽക്കുന്ന രീതിയിൽ കുറച്ച് മാത്രം കൊടുക്കുക. നമുക്കിതിപ്പോൾ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടാവില്ല, അതിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് കാണുന്നുണ്ട്. നമുക്ക് പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ച് ഒരു 2 ഇല പൊട്ടിയ പാകമൊക്കെ ഉണ്ടാവില്ല, ആ ഒരു പ്ലാന്റ്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവും. തക്കാളികളിൽ, പച്ചമുളകിലൊക്കെ കായ പിടിക്കാനൊക്കെ നല്ലതാണ് ഈ ഒരു ഈസ്റ്റിൻ്റെ ഈ ഒരു ഫെർട്ടിലൈസർ. അപ്പോൾ കൊടുക്കാത്തവരായിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് പൂച്ചെടികളിലൊക്കെ പെട്ടെന്ന് മൊട്ടുകൾ വരാനൊക്കെ നല്ലതാണ്. എല്ലാ പൂച്ചെടികൾക്കും കൊടുക്കാം, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ തരത്തിലുള്ള റോസാ ചെടികൾക്കും കൊടുക്കാം കേട്ടോ. ഇത് കൊടുക്കുന്ന സമയത്ത് ഒരാഴ്ച കൊടുത്ത് പിന്നെ അതങ്ങനെ നിർത്തരുത്. കണ്ടിന്യൂ ആയിട്ട് ആഴ്ചയിൽ 1 പ്രാവശ്യമായിട്ടെങ്കിലും നമ്മുടെ പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കൊടുക്കുന്നത് 2ാമത്തെ ആഴ്ചയാണ്. അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുക. പ്ലാന്റ്സ് നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നതാണ്. ഈ ഒരു വെയിൽ സമയം നമുക്ക് ഇത്തരത്തിലുള്ള ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പ്ലാന്റ്സിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത്.
ചിലപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ ഒരുപാട് ആളുകൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായും കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത്, നമ്മുടെ കയ്യിൽ ഡെൻഡ്രോബിയത്തിൻ്റെ നോർമൽ വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പ്രീമിയം വെറൈറ്റി ഇപ്പം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതിൻ്റെ കാറ്റലോഗ് നമ്മൾ ഇട്ട് തരുന്നതാണ്. ഫെലനോപ്സിസിൻ്റെ സീഡ്ലിങ്സും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ കാറ്റലോഗ് നമ്മൾ ഇട്ട് തരുന്നതാണ്. വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും റേറ്റും എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.